ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സെൽഫ് ലവിനെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത് എന്നൊരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ 5 റൂൾസിനെ പറ്റിയാണ് പൊതുവെ പറയുന്നത്. അത് നമുക്കൊന്ന് കേൾക്കാം. ഫസ്റ്റ് റൂള് പറയുന്നത് പൊമോഗ്രാനൈറ്റ് റൂൾ. ഞാൻ സമൃദ്ധിയാണ്. ഞാൻ ജീവിതത്തിൽ മുന്നേറുക മാത്രമേ ചെയ്യുള്ളൂ, ഒരിക്കലും ഞാൻ താഴ്ചയിലേക്ക് വരില്ല എന്ന കണ്ണാടി നോക്കി സ്വയം പറയുന്ന ഒരു റൂളാണ് ഇത്. രണ്ടാമത്തെ റൂള് റിവർ റൂൾ. ഇതിൽ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ ഇമോഷൻസ് ഒന്നും അടച്ചു പിടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സന്തോഷം വരുമ്പോൾ നിങ്ങൾ ചിരിക്കണം. നിങ്ങൾക്ക് കരച്ചിൽ വരുവാണെങ്കിൽ എല്ലാവരുടെയും ഫ്രണ്ടിലിരുന്ന് കരയാതെ നിങ്ങൾ കുളിക്കുമ്പോൾ ഷവറിൻ്റെ അടിയിൽ നിന്ന് കരയുക. അതുപോലെ രാത്രിയിലോ മറ്റോ നിങ്ങളുടെ ഇമോഷൻസ് ഒഴുക്കി വിടുക എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വീറ്റ് ഫീൽഡ് റൂൾ. ഇതിൻ്റെ അകത്ത് പറയുന്നത് ഞാൻ വളരും, ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ അറിയാത്തൊരു വ്യക്തിയാണ്, പക്ഷേ നിങ്ങൾ ചെറിയ ചെറിയ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് എടുക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ തയ്യൽ പഠിക്കാൻ തോന്നുന്നു, അപ്പോൾ നിങ്ങൾ ക്രോഷേ ചെയ്യുന്നു. പിന്നെ നിങ്ങൾ എന്താ പറയുക, പെയിൻറ്റിങ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചെറുതായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളെ ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഗ്രോത്ത് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് തന്നെ ഒരു അയ്യോ ഇവളോ ഇങ്ങനെ ചെയ്തോ, ആഹാ ഇത് കൊള്ളാമല്ലോ, അങ്ങനെയൊക്കെ ഉള്ളൊരു അസൂയ തോന്നാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉള്ളൊരു റൂളാണ് ഇത്. ഈ റൂളിൻ്റെ പേരാണ് ക്രൗൺ റൂൾ. ഇതിൽ പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ യൂണിവേഴ്സിൻ്റെ റാണി. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കും, അയ്യോ ഞാനത്ര പോരാ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുവാണ്, ഞാൻ വീക്കാണ് എന്നൊക്കെ ചിന്തിക്കാതെ നിങ്ങൾ വിചാരിക്കുന്നത് ഞാനൊരു രാജകുമാരിയല്ല, ഞാൻ ഈ യൂണിവേഴ്സിൻ്റെ റാണിയാണ്. നിങ്ങളുടെ തലയിൽ ആ കിരീടമൊക്കെ ഇരിപ്പുണ്ട്. നിങ്ങൾ അങ്ങനെ ഇമാജിൻ ചെയ്യണം നിങ്ങളെ തന്നെ, ഞാൻ ഇതിൻ്റെ ഒരു റാണിയാണ്, ഞാനാണിത് ഭരിക്കുന്നത്, എൻ്റെ അണ്ടറിലാണ് എല്ലാവരും വരുന്നത്. അങ്ങനെ വേണം നിങ്ങൾ വിചാരിക്കാൻ. അല്ലാതെ എപ്പോഴും ഭയങ്കര സങ്കടമായിട്ട് ഇരിക്കാൻ പാടില്ല കേട്ടോ. അതുമാത്രമല്ല, നിങ്ങളുടെ ഇരിക്കുന്നതെങ്കിൽ പോലും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ലോണം നിങ്ങൾ ഒരുങ്ങുക മീൻസ് ഒരുപാട് പുട്ടിയൊക്കെ വാരിയിട്ട് അങ്ങനെയല്ല. നിങ്ങളൊരു നല്ലോണം കണ്ണൊക്കെ എഴുതി നിങ്ങളെ തന്നെ ഒന്ന് പെർഫെക്റ്റ് ആക്കി വെക്കുക. നിങ്ങൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യണം എപ്പോഴും. ഓക്കെ, നിങ്ങൾ മസ്റ്റായിട്ടും തലമുടിയൊക്കെ ഒന്ന് കെട്ടി നല്ല ഭംഗിയിൽ ഇരിക്കാൻ, നിങ്ങളൊക്കെ ഒരു പൊട്ടൊക്കെ വെച്ച് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഇരിക്കേണ്ട ഒരു റൂളാണ് ഇത്. അവസാനത്തെ റൂളാണ് വീനസ് ഷീൽഡ് റൂള്. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ബൗണ്ടറീസ് വെക്കണം. പിന്നെന്താ പറയുക, മറ്റുള്ളവരെ കൊണ്ടിട്ട് നിങ്ങളെ ചീപ്പായിട്ട് സംസാരിപ്പിക്കാൻ ഇടവരുത്തരുത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും പറയാം, അയ്യേ ഇവളെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ഇവനെ കൊണ്ടൊന്നും ഇതിനൊന്നും സാധ്യമല്ല, അല്ലെങ്കിൽ അയ്യേ ഇവനോ എന്താ ഇവന് ചെയ്യാൻ പോകുന്നത്, അറിയാം ഒന്ന് മാറിയിരുന്നേ, നീ ഒരു വണ്ടന, അങ്ങനെയൊക്കെ സംസാരിക്കുന്ന സ്ഥലത്തു നിന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ മാറിയിരിക്കുക. നിങ്ങളതിന് റിപ്ലൈ ഒന്നും കൊടുത്തില്ലെങ്കിലും നിങ്ങൾ പറയണം, ഇപ്പം എന്നെപ്പറ്റി അങ്ങനെ പറയണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് നിങ്ങൾ നോ പറയാം. ഓക്കെ, സേ നോ. അത് നിങ്ങൾ പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ആദ്യം എടുക്കേണ്ട ഒരു സ്റ്റെപ്പും അതാണ്. നിങ്ങളെ എല്ലാവരുടെയും ഫ്രണ്ടിൽ ഇങ്ങനെ വില കുറച്ച് കാണേണ്ട ഒരാളൊന്നുമല്ല നിങ്ങൾക്കും ക്വാളിറ്റിയും ഉള്ളൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങളുടെ ഈ ഒരു യൂണിവേഴ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി ഉണ്ടായിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിൽ വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക. ആരാ കൊടുക്കേണ്ടത്? നിങ്ങൾ തന്നെ കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരോട് പോയിട്ട് അയ്യോ എന്നോട് സംസാരിക്കുക, എന്നോട് മിണ്ട് എന്ന് ഇങ്ങനെ കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരാളോട് ഒരു 3 തവണ പോയി സംസാരിച്ചു, 3 തവണയും നിങ്ങൾ ഇഗ്നോർ ചെയ്തു. ഓക്കെ, 4ാമത് പോവരുത്. സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു കാര്യം വേണം. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സ്വയമായിട്ട് തന്നെ നിങ്ങൾ നല്ലോണം നിങ്ങളുടെ
ആദ്യത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു നല്ലൊരു ബാത്താണ് നിങ്ങൾക്ക് ആവശ്യം. ഒരു ബാത്ത്, അതായത് നല്ല എണ്ണയൊക്കെ തേച്ചിട്ട് നല്ല അതായത് വെള്ളത്തിൽ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ആക്കിയിട്ട് അതിൽ റോസ് പെറ്റൽസൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കുളിക്കാം. ആദ്യത്തെ ദിവസം അതാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കണം. അതായത് കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ നിങ്ങളോട് തന്നെ സംസാരിക്കണം. ഓക്കെ, ഞാൻ നല്ല ആളാണ്, ഞാൻ വേർത്തി ഓഫ് ലവ് ആണ്, ഓക്കെ എന്നൊക്കെ സ്വയം പറയണം. പിന്നെ മൂന്നാമത്തെ ദിവസം എന്ന് വെച്ചാൽ നിങ്ങൾ നല്ല ആഹാരം കഴിക്കുക. നല്ല ആഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ഓക്കെ, അതൊക്കെ ഒന്ന് കഴിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പിന്നീട് നിങ്ങൾ അടുത്ത ദിവസം ചെയ്യേണ്ടത് എന്താണ്, ഫോൺ ഓഫ് ചെയ്യുക. ഓക്കെ, ഫോൺ ഓഫ് ചെയ്യുക. ഒരു ദിവസം ഫുള്ളെന്നല്ല ഞാൻ പറഞ്ഞാൽ, കുറച്ച് നേരം, അതായത് ഒരു 2 മണിക്കൂറത്തേക്ക് നിങ്ങൾ ഫോൺ ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നടക്കാൻ പോകും. നിങ്ങളിപ്പം ചിലപ്പം പള്ളിയിൽ പോവും, അല്ലെങ്കിൽ ഒന്ന് അമ്പലത്തിൽ ഒക്കെ ഒന്ന് പോവുക, നടക്കുക. നിങ്ങളൊന്ന് സോളോ ആയിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് നടക്കുക. ഓക്കെ, പിന്നീട് നിങ്ങൾ അടുത്ത ദിവസം ചെയ്യേണ്ടത് നിങ്ങൾ എഴുതുക. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റി ഒന്ന് എഴുതുക. അതായത് നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, നിങ്ങളുടെ ലൈഫിൽ പുതിയ കാര്യങ്ങൾ എന്തൊക്കെ കൊണ്ടുവരും. എനിക്ക് പുതിയൊരു ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ എങ്ങനെ ആയിരിക്കും പോകുന്നത്, ഞാൻ പുതിയ ചെരുപ്പ് മേടിക്കും, എനിക്ക് ബാഗ് മേടിക്കും, ഞാൻ അവന് പോകാനായിട്ടുള്ള മേക്കപ്പ് സാധനങ്ങളൊക്കെ മേടിക്കും, പിന്നെ ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽസൊക്കെ ഒന്ന് മാറ്റും. അങ്ങനെയൊക്കെ പുതിയ പുതിയ ലക്ഷ്യങ്ങൾ, പുതിയ പുതിയ പ്ലാൻസ് ഒക്കെ എഴുതുന്നു. പിന്നെ എനിക്ക് ജോബ് കിട്ടുവാണെങ്കിൽ, എനിക്ക് സാലറി കിട്ടുവാണെങ്കിൽ ഞാൻ പിന്നെ ചിലപ്പോൾ ഒന്ന് മൂന്നാർ കറങ്ങാൻ പോവായിരിക്കും, അങ്ങനെ പുതിയ ഫുഡ് കഴിക്കാൻ ഞാൻ പോവായിരിക്കും, ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എനിക്ക്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോ പറയാൻ പഠിക്കുക. ഈ ഒരു ദിവസം നിങ്ങൾ നോ പറയാനായിരിക്കും. എന്ന് വെച്ചാൽ ഈ എല്ലാ കാര്യത്തിനും നോ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ചിലപ്പോൾ നോ പറയാൻ, ചില കാര്യങ്ങളിൽ നോ പറയാൻ പേടി ഉണ്ടായിരിക്കും. ഓക്കെ, എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ സേ നോ. ഓക്കെ, അതൊന്ന് ട്രൈ ചെയ്തൊന്ന് പഠിക്കാം. ലാസ്റ്റ് ഡേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇടുക, അതിൽ നല്ലോണം ഒരുങ്ങുക. അതിനുശേഷം നിങ്ങളൊരു കുറേ ഫോട്ടോസ് എടുക്കുക. നിങ്ങളുടെ തന്നെ, നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളല്ലാതെ വേറെ ആരാ ആസ്വദിക്കേണ്ടത്? ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് നല്ലോണം ഒരുക്കി, നിങ്ങളൊരു പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇരിക്കുക എന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. സെൽഫ് ലവ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ കാര്യവും ചെയ്തു കൊടുക്കും, സ്വയം നമുക്ക് നമ്മളേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, നമുക്ക് സിബ്ലിങ്സ് ഉണ്ട്, നമുക്ക് കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ നമ്മൾ മാത്രമേ ഉള്ളൂ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ. ഓക്കെ, നിങ്ങളുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന ചോര നിങ്ങളുടേതാണ്, വേദന എടുക്കുന്നത് നിങ്ങൾക്കാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളെ തന്നെ ഭയങ്കര കരുത്തുള്ളവരാക്കി സ്വയം വളർത്തിയെടുക്കുക. ഓക്കെ, എല്ലാ ഘട്ടത്തിലും നമ്മൾ സർവൈവ് ചെയ്യണം. ഒരിക്കലും നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാവരുത്. എന്തിൻ്റെ കാര്യത്തിലായാലും ആർക്ക് വേണ്ടിയിട്ടായാലും ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഓക്കെ, നിങ്ങളെ തന്നെ സ്നേഹിക്കും. നിങ്ങളൊരു നല്ല വ്യക്തിയാണ്. നിങ്ങൾ ഈ യൂണിവേഴ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത്രയും പ്യുവർ ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. ഓക്കെ, ബൈ.